അച്ഛൻ്റെയും മകൻ്റെയും ആത്മബന്ധത്തിൻ്റെ കഥ പറയുന്ന നിരവധി സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതിനെല്ലാം തുടക്കം കുറിച്ച ഒരു മലയാള സിനിമയെക്കുറിച്ചാണ് ഇന്ന് മൈൽ സ്റ്റോൺ മൂവീസിൽ പറയാൻ പോകുന്നത്. ഏവർക്കും മൈൽ സ്റ്റോൺ മൂവീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് മനോഹരമായ സിനിമകളിലൂടെ മലയാള സിനിമയിൽ തൻ്റേതായ ഒരിടം നേടിയ സംവിധായകനാണ് കമൽ. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം പൊന്നാനിയിലെ വാടക വീട്ടിൽ തൻ്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ആലോചനയിലായിരുന്നു കമൽ. സാമ്പത്തികമായും കലാപരമായും വിജയിച്ച ഒരു ചിത്രം ചെയ്തിട്ടും അടുത്ത സിനിമയ്ക്കായി ആരും തന്നെ വിളിക്കുന്നില്ലല്ലോ എന്ന് ടെൻഷൻ അടിച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു ദിവസം പ്രശസ്ത നിർമ്മാതാവായ സെഞ്ചുറി കൊച്ചുമോൻ കമലിൻ്റെ വീട്ടിലേക്ക് ഫോൺ ചെയ്ത് ഉടൻ തന്നെ കമലിനോട് മദ്രാസിൽ എത്താൻ പറയുന്നു. അങ്ങനെ മദ്രാസിലെ സെഞ്ചുറിയുടെ ഓഫീസിലെത്തിയ കമലിന് കൊച്ചുമോൻ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും പഠിച്ചിറങ്ങിയ അലക്സ് കടവിലിനെയും രഞ്ജിത്തിനെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. രഞ്ജിത്ത് പറഞ്ഞ ആ കഥയിൽ താല്പര്യം തോന്നിയ സെഞ്ചുറി കൊച്ചുമോൻ ഫോണിലൂടെ മോഹൻലാലിനോട് കഥ അവതരിപ്പിക്കുന്നു. ലാലിന് കഥ വളരെയധികം ഇഷ്ടപ്പെടുകയും സംവിധായകനായി കമലിനെ തന്നെ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല ലാലും കൊച്ചുമോനും ചേർന്നുള്ള ചിയേഴ്സ് എന്ന പ്രൊഡക്ഷൻ കമ്പനിയുടെ ബാനറിൽ സിനിമ നിർമ്മിക്കാമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെയാണ് കമൽ മദ്രാസിൽ എത്തുന്നത്. അങ്ങനെ ആംഗ്ലോ ഇന്ത്യൻ പശ്ചാത്തലത്തിലുള്ള അച്ഛൻ്റെയും മകൻ്റെയും കഥ കേട്ടപ്പോൾ തന്നെ കമലിന് വളരെയധികം താല്പര്യം തോന്നുകയും സിനിമ ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. മിഴുനീർ പൂക്കൾ, ഉണ്ണികളെ ഒരു കഥ പറയാം എന്നീ ചിത്രങ്ങൾ ആയിരുന്നു ഇതിനു മുൻപ് മോഹൻലാലുമായി ചേർന്ന് കമൽ സംവിധാനം ചെയ്ത സിനിമകൾ. അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ ഒരുക്കുന്ന ത്രില്ലിലായിരുന്നു കമൽ. കഥ പറഞ്ഞ രഞ്ജിത്ത് തിരക്കഥാകൃത്തായി ഷിബു ചക്രവർത്തിയെ കൂടെ കൂട്ടുന്നു. അങ്ങനെ ഓർക്കാപ്പുറത്ത് എന്ന സിനിമയ്ക്ക് തുടക്കം കുറിക്കപ്പെടുന്നു. ആംഗ്ലോ ഇന്ത്യൻ ജീവിതവും പരിസരവും എല്ലാം മനസ്സിലാക്കാൻ കമലും രഞ്ജിത്തും ഷിബു ചക്രവർത്തിയും കൂടെ ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുന്നു. പിന്നീടുള്ള അവരുടെ എഴുത്തും ചർച്ചകളുമെല്ലാം അവിടെ താമസിച്ചുകൊണ്ട് തന്നെയായിരുന്നു. തുടർന്ന് ഓർക്കാപ്പുറത്ത് എന്ന സിനിമയ്ക്ക് ജീവൻ വെച്ച് തുടങ്ങി. പ്രത്യേകിച്ച് ഒരു ജോലിക്കും പോകാതെ നടക്കുന്നവരാണ് നിക്കോളാസും മകൻ ഫ്രെഡിയും. ഫ്രെഡി ആൻഡ് നിക്കോളാസ് പ്രൈവറ്റ് ലിമിറ്റഡ് ബ്രോക്കേഴ്സ് ആൻഡ് കമ്മീഷൻ ഏജന്റ് എന്ന മേൽവിലാസത്തിലാണ് ഇവരുടെ കറക്കം. വണ്ടിക്കച്ചവടം, പുരാവസ്തു വിൽപ്പന തുടങ്ങി നിരവധി തരികിട പരിപാടികളിലൂടെ പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന അപ്പനും മകനുമായി നെടുമുടി വേണുവും മോഹൻലാലും തകർത്തഭിനയിച്ച സിനിമയാണ് ഓർക്കാപ്പുറത്ത്. മരിച്ചുപോയ തന്റെ ഭാര്യ മാർത്തയുടെ പേരിലുള്ള ബോട്ട് പലിശക്കാരൻ അവറാന്റെ അടുത്ത് പണയത്തിലാണ്. കുറച്ചധികം പണം സമ്പാദിച്ച് ഈ ബോട്ട് തിരിച്ചു പിടിക്കണമെന്ന് രണ്ടാൾക്കും ആഗ്രഹമുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഈ വിഷമമൊക്കെ തീർക്കാനായി മിക്ക ദിവസവും മൂക്കറ്റം മദ്യപിച്ചു ചെന്ന് അവറാനെ തെറി പറയുന്നതാണ് നിക്കോളാസിന്റെ പ്രധാന ഹോബി. കുറച്ച് സീനുകൾ മാത്രമേ ഉള്ളൂവെങ്കിലും അവറാനായി ഇന്നസെന്റ് നിറഞ്ഞഭിനയിച്ച സിനിമ കൂടിയാണ് ഓർക്കാപ്പുറത്ത്. ഫോർട്ട് കൊച്ചിയിലൂടെയുള്ള യാത്രയിൽ കമലിനും ടീമിനും കൗതുകകരമായി തോന്നിയ ഒന്നായിരുന്നു ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്ത്രീ നടത്തുന്ന ബാർ. ഈ സ്ത്രീയെയും ബാറിനെയും തിരക്കഥയിലേക്ക് മനോഹരമായി അവർ പറിച്ചു നടുകയുണ്ടായി. സുകുമാരി അവതരിപ്പിച്ച മമ്മയെ സിനിമ കണ്ട ആർക്കും മറക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചിയിൽ പഞ്ചഗുസ്തിയുമായി നടക്കുന്ന കുറച്ച് ചെറുപ്പക്കാരും ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. സിനിമയിൽ അങ്ങനെ മോഹൻലാലിന്റെ ഇൻട്രോ രംഗവും പ്രധാന ഹോബിയും പഞ്ചുപിടുത്തമായി മാറുന്നു. ഷെറിൻ എന്ന നായികാവേഷം അവതരിപ്പിച്ചത് രമ്യ കൃഷ്ണനായിരുന്നു. അവരുടെ തുടക്കകാലത്തെ പ്രധാന സിനിമകളിൽ ഒന്നായിരുന്നു ഇത്. തൻ്റെ ഡാഡി വില്യംസ് സമ്മാനിച്ച പിയാനോ സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഷെറിനും മമ്മിക്കും വിൽക്കേണ്ടി വരുന്നു. ഇതിൽ ഇടനിലക്കാരായി എത്തുന്നത് ഫ്രെഡിയും നിക്കോളാസുമാണ്. എന്നാൽ ക്രിമിനലായിരുന്ന വില്യംസിന്റെ സുഹൃത്ത് ചാച്ച പിയാനോ തേടിയെത്തുന്നതും മറ്റൊരു സുഹൃത്തായ ജെയിംസ് ജോസഫ് എന്ന ജെ ചാച്ചയെ കിഡ്നാപ്പ് ചെയ്യാൻ നിക്കോളാസിനെയും ഫ്രെഡിയെയും ഏൽപ്പിക്കുന്നതുമൊക്കെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തിലകനും KP ഉമ്മറുമാണ് വളരെ രസകരമായ ഈ വില്ലൻ വേഷങ്ങൾ അവതരിപ്പിച്ചത്. NL ബാലകൃഷ്ണൻ, ജഗദീഷ്, ശങ്കരാടി, കുഞ്ചൻ, പറവൂർ ഭരതൻ അങ്ങനെ നിരവധി അഭിനേതാക്കൾ ഈ സിനിമയുടെ ഭാഗമായിരുന്നു. 1988 ജനുവരിയിലാണ് ഈ സിനിമയുടെ തിരക്കഥാ രചന ആരംഭിക്കുന്നത്. എന്നാൽ അതോടൊപ്പം തന്നെ റിലീസിന്റെ കാര്യങ്ങളും നിർമ്മാതാവ് കൊച്ചുമോൻ തീരുമാനിച്ചിരുന്നു. വിഷുവിന് ചിത്രം തിയേറ്ററിൽ എത്തിക്കാനും ധാരണയായി. അതുകൊണ്ട് തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തിരക്കഥ എഴുതി ചിത്രീകരിച്ച് സിനിമ പൂർത്തിയാക്കുക എന്ന ദൗത്യവുമായി കമൽ മുന്നോട്ട് പോയി. എന്നാൽ ഒരു വലിയ പ്രതിസന്ധി കഥയുടെ രണ്ടാം പകുതിയിൽ ഇവർക്ക് നേരിടേണ്ടി വരികയാണ്. അവർ പല രീതിയിൽ ആലോചിച്ചിട്ടും എഴുതിയിട്ടും തിരക്കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ നേരിട്ടപ്പോൾ ഒടുവിൽ കമൽ മോഹൻലാലിനെ വിളിക്കുന്നു. കഥയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നും നമുക്കിത് മാറ്റിവെച്ചിട്ട് മറ്റൊരു കഥ ആലോചിച്ചാലോ എന്നും മോഹൻലാലിനോട് കമൽ ചോദിക്കേണ്ടി വരുന്നു. എന്നാൽ മോഹൻലാലിന് ഈ കഥ ഉപേക്ഷിക്കാൻ ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇതിലെ പൂച്ചക്കണ്ണൻ ഫ്രെഡിയെ അവതരിപ്പിക്കാനായി വിദേശത്തു നിന്ന് ലെൻസ് വരെ ലാൽ ഓർഡർ ചെയ്തു കഴിഞ്ഞിരുന്നു. അത്രമേൽ ആ കഥയും കഥാപാത്രവും ലാലിനെ സ്പർശിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അങ്ങനെ കമലിനോടും ടീമിനോടും തിരുവനന്തപുരത്തുള്ള തന്റെ വീട്ടിലേക്ക് വരാൻ മോഹൻലാൽ ആവശ്യപ്പെടുന്നു. അവർ അവിടെ എത്തിയ ശേഷം ലാൽ പ്രിയദർശനെയും കൂട്ടി വീട്ടിലെത്തുന്നു. കഥയും തങ്ങൾ നേരിടുന്ന ബ്ലോക്കും അവർ പ്രിയദർശനോട് തുറന്നു പറയുകയും എന്നാൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു സൊല്യൂഷൻ പ്രിയദർശൻ കണ്ടെത്തി കൊടുക്കുന്നു. അത് കമലിനും ടീമിനും വലിയ ഒരു ആശ്വാസവും ഊർജവുമായി തീരുന്നു.
പിന്നീട് അങ്ങോട്ട് കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായി നടക്കുന്നു. പ്രിയദർശൻ പറഞ്ഞ ആ ഒരു സൊല്യൂഷൻ ഞാനിപ്പോൾ പറയുന്നില്ല, കാണാത്തവർ അത് കണ്ടു തന്നെ ആസ്വദിക്കുക. അങ്ങനെ ഈ ട്വിസ്റ്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് തിരക്കഥ വേഗത്തിൽ പൂർത്തിയാക്കി ചിത്രീകരണം ആരംഭിക്കും. ഒടുവിൽ സെഞ്ചുറി കൊച്ചുമോൻ പ്ലാൻ ചെയ്ത പോലെ 1988 ഏപ്രിൽ 13 വിഷുവിന് ഓർക്കാപ്പുറത്ത് തിയേറ്ററുകളിൽ എത്തുന്നു. ഏകദേശം 150ഓളം ദിവസം തിയേറ്ററിൽ നിറഞ്ഞുകൂടിയ സിനിമയാണ് ഓർക്കാപ്പുറത്ത്. അങ്ങനെ രഞ്ജിത്ത് എന്ന എഴുത്തുകാരന്റെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി ഓർക്കാപ്പുറത്ത് മാറി. തുടർന്ന് മോഹൻലാലിനോടൊപ്പം തന്നെ നിരവധി ചിത്രങ്ങൾ അതിനുശേഷം രഞ്ജിത്ത് കഥയും തിരക്കഥയും എഴുതി ഹിറ്റാക്കിയിട്ടുമുണ്ട്. ഈ സിനിമയിലുടനീളം കണ്ണിൽ ലെൻസ് വെച്ച് അഭിനയിക്കാൻ മോഹൻലാൽ തന്നെ തീരുമാനിച്ച കാര്യമായിരുന്നു. എന്നാൽ ഷൂട്ടിംഗ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ ലാലിന് കണ്ണിന് ഇൻഫെക്ഷൻ അനുഭവപ്പെട്ടു തുടങ്ങി. ഒടുവിൽ സുഹൃത്തായ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് മുഖേന ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റിനെ ലൊക്കേഷനിൽ മുഴുവൻ സമയം കൊണ്ടുവന്നിട്ടാണ് ലാൽ ഈ സിനിമയിൽ അഭിനയിച്ചു തീർത്തത്. അതുപോലെ നെടുമുടി വേണുവുമായുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു ഡയലോഗ് മോഹൻലാൽ സ്വന്തമായി കോൺട്രിബ്യൂട്ട് ചെയ്തു. അത് പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. അത് ഏറ്റെടുക്കുക ചെയ്യുക മാത്രമല്ല, ഇന്നും മലയാളികൾ സ്ഥിരമായി പറയുന്ന ഒരു ഡയലോഗ് കൂടെയാണത്. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ ചുമ്മാതിരിക്കാമായിരുന്നു. ഈ സിനിമയുടെ മറ്റൊരു പ്രത്യേകത ഫ്രെഡറിക് വെതർലി എഴുതിയ ഡാനി ബോയ് എന്ന ഐറിഷ് ബല്ലാഡ് ഒഴികെ മറ്റൊരു ഗാനവും ചിത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് ചിത്രത്തിൽ മറ്റ് ഗാനങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. അന്നത്തെ കാലത്തെ ഒരു സൂപ്പർ സ്റ്റാർ നായകനാകുന്ന കൊമേഴ്ഷ്യൽ സിനിമയിൽ ഗാനങ്ങളില്ലാത്തത് അപൂർവമാണ്. അന്ന് സിനിമയുടെ ബിസിനസ് ഓഡിയോ റൈറ്റ്സ് വളരെ ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു. അത്തരമൊരു അവസരത്തിലാണ് കമൽ ഇങ്ങനെ ഒരു സാഹസത്തിന് മുതിരുന്നത്. കമലിന്റെ ഈ തീരുമാനം സംഗീത സംവിധായകനായ ഔസേപ്പച്ചനെ നിരാശനാക്കി. ഒരു ഗാനമെങ്കിലും ചെയ്തുകൂടെ എന്ന് ഔസേപ്പച്ചൻ കമലിനോട് അഭ്യർത്ഥിച്ചെങ്കിലും കമൽ അതിന് മുതിർന്നില്ല. അത് സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് കമൽ തറപ്പിച്ചു പറയുകയും ചെയ്തു. പകരം റീ റെക്കോർഡിംഗ് ഗംഭീരമാക്കാൻ ഔസേപ്പച്ചനോട് പറയുകയാണ് കമൽ ചെയ്തത്. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ ഔസേപ്പച്ചൻ കമലിന് വഴങ്ങേണ്ടി വരുന്നു. പക്ഷേ റീ റെക്കോർഡിംഗ് ശരിക്കും തകർത്തു എന്ന് തന്നെ നമുക്ക് പറയാം. അതുവരെ മലയാള സിനിമയിൽ അധികം കേട്ടുപരിചയമില്ലാത്ത വെസ്റ്റേൺ രീതിയിലുള്ള സംഗീതമാണ് സിനിമയ്ക്ക് ഔസേപ്പച്ചൻ പരീക്ഷിച്ചത്. ഇതിന് ശക്തമായ പിന്തുണയുമായി ഉണ്ടായിരുന്നത് പ്രധാന 2 ശിഷ്യന്മാരായിരുന്നു. കീബോർഡ് പ്ലെയർ റഹ്മാനും ഡ്രമ്മർ ശിവമണിയും. വിപിൻ മോഹനാണ് ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫർ. ഇന്നും പുതുമ നഷ്ടപ്പെടാത്ത ഓർക്കാപ്പുറത്ത് ടെലിവിഷനിലും യൂട്യൂബിലും മറ്റും ഏറെ റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രമാണ്. ഇഷ്ടം, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, പാപ്പി അപ്പച്ച പോലെ രസകരമായ അച്ഛൻ മകൻ ബന്ധങ്ങൾ പിന്നീട് നമ്മൾ നിരവധി സിനിമകളിൽ കണ്ടതാണ്. ഒരുപക്ഷെ ഇതിനെല്ലാം തുടക്കം കുറിച്ച ഒരു സിനിമ ഓർക്കാപ്പുറത്ത് തന്നെ ആവണം. ഈ സിനിമ ഇതുവരെ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ കാണുക. കണ്ടവർ റീവിസിറ്റ് നടത്തി വീണ്ടും ആസ്വദിക്കുക. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അനുഭവങ്ങളും കൂടുതൽ അറിവുകളും ഞങ്ങളോട് പങ്കുവയ്ക്കാം. മറ്റൊരു മൈൽ സ്റ്റോൺ സിനിമയുമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.